ഞാൻ അമ്മയെ കൊന്നു, എനിക്കിനി അച്ഛനെയും കൂടി കൊല്ലണം. മയക്കുമരുന്ന് നൽകിയ വിഭ്രാന്തിയിൽ സ്വന്തം പെറ്റമ്മയുടെ കഴുത്തറുത്ത ശേഷം ഒരിറ്റു ഭയമില്ലാതെ ക്രിസ്റ്റി മൊഴിഞ്ഞ വാക്കുകളാണിത്. മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം ഗീതമ്മയെ മകൻ ക്രിസ്റ്റി ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊളക്കാട് താന്നിക്കുന്നിലെ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ചോര മണക്കുന്ന വസ്ത്രങ്ങളുമായി സ്റ്റേഷനിൽ എത്തിയ ക്രിസ്റ്റിയുടെ മൊഴികളും അയൽവാസിയുടെ വെളിപ്പെടുത്തലുകളും ലഹരി എന്ന മഹാവിപത്ത് മനുഷ്യനെ എങ്ങനെ മൃഗമാക്കുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന സാക്ഷ്യപത്രവുമാവുകയാണ്. വെള്ളിയാഴ്ച രാത്രി 10:30 നാടിനെ വിറങ്ങലിപ്പിച്ച ഈ കൊടും ക്രൂരത അരങ്ങേറുന്നത്. അമ്മയെ വീടിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം യാതൊരു ഭാവമാറ്റവുമില്ലാതെയാണ് ക്രിസ്റ്റി വീടിന് പുറത്തിറങ്ങിയത്. അയൽവാസിയായ നിബുനോട് സ്കൂട്ടറിൽ ലിഫ്റ്റ് ചോദിച്ച ഇയാൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടാമോ, ഞാൻ അമ്മയെ കൊന്നു എന്ന് പറഞ്ഞപ്പോൾ നിബുൺ ആദ്യം കരുതിയത് തമാശയാണെന്നാണ്. എന്നാൽ ക്രിസ്റ്റിയുടെ കൈകളിലെ ചോരപ്പാടുകളും വസ്ത്രത്തിലെ മണവും കണ്ട് നിബുൺ വിറച്ചുപോയി. സ്റ്റേഷനിലേക്കുള്ള യാത്രക്കിടയിൽ അച്ഛൻ തങ്കച്ചനെയും വകവരുത്തണമെന്നും തന്നെ ഇങ്ങനെയാക്കിയത് വീട്ടുകാരാണെന്നും ക്രിസ്റ്റി ആക്രോശിച്ചതായി നിബുൺ പോലീസിനോട് വെളിപ്പെടുത്തി. ബംഗളൂരുവിൽ BCA വിദ്യാർത്ഥിയായിരുന്ന ക്രിസ്റ്റി അവിടെ വെച്ചാണ് മാരകമായ ലഹരി മരുന്നുകൾക്ക് അടിമയായത്. ലഹരിയുടെ ഉപയോഗം കൂടിയതോടെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. മകളെ വിവാഹം കഴിപ്പിച്ചു വിട്ട ശേഷം ഏകമകനെ ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഗീതമ്മയും കുടുംബവും കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു. അവനെ മാറ്റിയെടുക്കാൻ ആ അമ്മ കാണാത്ത വഴിപാടുകളില്ല. എന്നാൽ ലഹരി വാങ്ങാൻ പണം ചോദിച്ചുള്ള തർക്കങ്ങൾ വീട്ടിൽ നിത്യസംഭവമായി. മകനെ നേരായ വഴിക്ക് നടത്താൻ അമ്മ നൽകിയ ഉപദേശങ്ങൾ ഒടുവിൽ ക്രിസ്റ്റിക്ക് തീരാപകയായി മാറുകയായിരുന്നു. നാട്ടുകാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും എപ്പോഴും പുഞ്ചിരിയോടെ മാത്രം സംസാരിക്കുന്ന പ്രിയപ്പെട്ടവളായിരുന്നു ഗീതമ്മ. കുടുംബത്തിന്റെ അത്താണിയാകാൻ മോണാലിസ എന്ന പേരിൽ ബ്യൂട്ടി പാർലറും തുന്നൽ കേന്ദ്രവും നടത്തിവന്ന അവർ പൊതുരംഗത്തും സജീവമായിരുന്നു. ഉറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്ന ഗീതമ്മയെ കിടപ്പുമുറിയിൽ വെച്ചാണ് ക്രിസ്റ്റി ആക്രമിച്ചത്. കൊലപാതകം നടക്കുമ്പോൾ ഭർത്താവ് തങ്കച്ചൻ വീട്ടിലുണ്ടായിരുന്നില്ല. മയക്കുമരുന്ന് ഒരാളുടെ ചിന്താശേഷിയെയും മനുഷ്യത്തെയും എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിന്റെ ഭയാനകമായ ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ്. ഞാൻ എന്റെ അമ്മയെ കൊന്നു എന്ന് കേളകം സ്റ്റേഷനിലെ പോലീസുകാരോട് ക്രിസ്റ്റി വെളിപ്പെടുത്തിയപ്പോൾ ആദ്യം ഉദ്യോഗസ്ഥർക്ക് വിശ്വസിക്കാനായില്ല. തുടർന്ന് പോലീസ് സംഘം കുതിച്ചെത്തിയപ്പോഴാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ ഗീതമ്മയെ കണ്ടെത്തുന്നത്. പേരാവൂർ ഡിവൈഎസ്പി ചന്ദ്രമോഹൻ, കേളകം HSO ഇതിഹാസ് താഹ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മയക്കുമരുന്ന് മാഫിയയുടെ സ്വാധീനം പ്രതിക്കുമേൽ എങ്ങനെയുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഗൗരവമായി അന്വേഷിച്ചു വരികയാണ്. പിടിയിലായ ക്രിസ്റ്റിയെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കും.